ഹൂത്തി സൗദി സംഘർഷത്തിൽ ഇടപെടാനില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഇടപെടാൻ സാധിക്കുകയില്ലേ എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞത്. നിലവിലെ സാഹചര്യ സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് തനിക്ക് ഇടപെടാൻ താല്പര്യമില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയപരമായിരിക്കുന്ന ഏറ്റവും അപജയത്തിലൂടെയാണ് ഡൊണാൾഡ് ട്രംപ് യാത്ര ചെയ്യുന്നത് എന്നതിനാലാണ് ഇങ്ങനൊരു നിലപാട് എന്ന് ഇതിനെ വിമർശിച്ചുകൊണ്ട് അറേബ്യൻ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അമേരിക്ക തന്നെ അറ്റ കണ്ണിയും വീണ നിലമില്ലാതെ കിടക്കുന്ന സ്ഥിതിയാണ്. അവർക്ക് തന്നെ ഈ യുദ്ധം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷാവസ്ഥയും സ്ഥിതികളും എവിടെ എത്തിക്കണമെന്നറിയില്ല. മറ്റൊരു രാജ്യത്തിൻ്റെ വിഷയത്തിൽ തലയിട്ടുകൊണ്ട് അത് ഇങ്ങനെ കുടുങ്ങിപ്പോകുന്ന രീതി, എലിക്കണിയിൽ കുടുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇത്രയേറെ 50ഓളം പ്രസിഡന്റുമാർ മാറി മാറി ഭരണം നടത്തിയ രാജ്യത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്രയേറെ അധപ്പതിച്ച ഒരു പ്രസിഡന്റ് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാര്യം നിസ്സാരമായിരിക്കുന്ന ഒരു രാജ്യമാണ് സൂപ്പർ പവർ ആയിരിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്നത്. അവർക്ക് മുമ്പിൽ കീഴടങ്ങുന്ന ദയനീയമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ഒരു രാഷ്ട്രീയമെന്തും രാഷ്ട്രമെന്തും രാഷ്ട്രത്തിൻ്റെ അകത്തുള്ള ആഭ്യന്തരമായിരിക്കുന്ന അവസ്ഥാ സാഹചര്യങ്ങളെന്തും അവരുടെ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള അവർക്ക് എത്രത്തോളം ത്രാണിയുണ്ട് എന്നും അറിയാതെ ഒരു യുദ്ധത്തിലേർപ്പെട്ടാൽ അതിൻ്റെ ഗതിയും അധോഗതിയും ഈ തരത്തിലായിരിക്കും എന്നുള്ളതാണ് ഈ വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ഇതിലിപ്പോൾ അമേരിക്ക ഏത് പക്ഷമാണ് ചേരുക? സൗദി പക്ഷമാണ് ചേരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നേരിട്ട് കൊണ്ടുള്ള ഇറാൻ്റെ ഒരു ആക്രമണത്തിന് വിധേയമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. കാര്യം ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ മിലീഷ്യ വിഭാഗമാണ്. അവർ തീർച്ചയായിട്ടും അതിൽ ഇടപെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഈ ഹൂത്തികളുമായിട്ട് അമേരിക്ക യുദ്ധം ചെയ്തിട്ട് അവർ ജയിച്ചിട്ടുണ്ടോ? അവരോട്ട് ജയിച്ചിട്ടുമില്ല. ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരിട്ട് കൊണ്ട് ഹൂത്തികളുമായി ഏറ്റുമുട്ടി ഏകദേശം ഒരു വർഷത്തോളം നഷ്ടത്തിൻ്റെയും നാശത്തിൻ്റെയും കഥകൾ മാത്രമാണ് ഈ മേഖലയിൽ നിന്ന് അമേരിക്കക്ക് അനുഭവ സ്വത്തായിട്ട് ബാക്കി വന്നത്. 17 കപ്പലുകളിലും എങ്കിലും കേടുപാട് സംഭവിക്കുകയോ തകർക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള ഹൂത്തികൾ തലങ്ങും വിലങ്ങും അവർ മിസൈൽ പരീക്ഷണം നടത്തി എന്നാണ് പറയപ്പെട്ടത്. മിസൈൽ ആക്രമണം എന്നല്ല, തങ്ങളുടെ മിസൈലുകൾക്ക് എത്രത്തോളം മൂർച്ചയുണ്ട്, എത്രത്തോളം ശക്തിയുണ്ട്, എത്രത്തോളം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, ആഘാതമുണ്ടാക്കാൻ സാധിക്കും എന്നതിൻ്റെ എല്ലാ പരീക്ഷണങ്ങളും അമേരിക്കയുടെ കപ്പലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹൂത്തികൾ നടത്തി. അതുകൊണ്ട് അവരുടെ മിസൈലിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. ആ ഹൂത്തികളുമായിട്ട് ഒരു മധ്യസ്ഥ, ആ ഹൂത്തികൾക്ക് ബദലായിട്ട് എതിരായിട്ട് മാത്രമേ നിൽക്കാൻ വേണ്ടി പറ്റൂ സൗദി അറേബ്യക്ക് അനുകൂലമായ രീതിയിൽ. നിലവിലെ സാഹചര്യത്തിന് സൗദി അറേബ്യക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടുകളൊക്കെയാണ്. അപ്പോൾ കണ്ടറിഞ്ഞുകൊണ്ട് ട്രംപ് ഉൾവലിയുകയാണ് ചെയ്തത്. തങ്ങൾക്ക് അതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒഴിഞ്ഞു മാറിയാൽ പ്രശ്നം തീർന്നല്ലോ, പിന്നെ ഇടപെടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യസ്ഥിതികളും അവസ്ഥകളും ഒക്കെ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് അമേരിക്കക്ക് 100% പരാജയമാണ്, ഇരുട്ടടി ലഭിച്ചിരിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 2 കടലിടുക്ക് കാരണം ലോകത്താകമാനമുള്ള മനുഷ്യരും രാജ്യങ്ങളും പ്രയാസം അനുഭവിക്കുന്നു. ഈ 2 കടലിടുക്കും ഇറാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അത് ഷിയ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒന്ന് ഹോർമുസ് കടൽ, ഇറാൻ്റെ നേരിട്ടുള്ള നിയന്ത്രണമുള്ളത്. രണ്ടാമത്തേത് ചെങ്കടൽ, അത് ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ടത്. അത് അങ്ങോട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അതിർത്തി വരുന്ന ബാബുൽ മന്ദബ് എന്ന് പറയുന്ന മറ്റൊരു കടലിടുക്ക്. ആ കടലിടുക്കും കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായി. അപ്പോൾ ചെങ്കടൽ അടക്കപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത്, ചെങ്കടലിലൂടെ സൗദി അറേബ്യയുടെ കപ്പൽ പോകുന്ന സമയത്ത് ആക്രമണം നടന്നു. അങ്ങനെ 4ഓളം കപ്പലുകൾ തിരിച്ചു വിട്ടു എന്നും പറയുന്നുണ്ട്, തിരിച്ചു വിളിച്ചു എന്നും പറയുന്നുണ്ട്. ഏതായിരുന്നാലും അതിർത്തി കടക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കാതെ പോയി എന്നുള്ളത് ഒരു കൃത്യമാണ്. ആ തരത്തിലാണ് ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഒതുങ്ങിപ്പോയി. ഇനി ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്ത് യു എയുടേതും ഖത്തറിൻ്റേതും മറ്റേ സൗദി അറേബ്യ അടക്കം ഉള്ള കപ്പലുകൾ അതിലൂടെയും പോകാൻ വേണ്ടി പറ്റുന്നില്ല. സർവ്വ മേഖലയും അടക്കപ്പെട്ടിരിക്കുന്നു. അതിനാലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരു ഘട്ടം എന്നല്ല, പല ഘട്ടങ്ങളിലായിട്ട്. അപ്പോൾ ഇപ്പോൾ ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഇറാൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അഥവാ അമേരിക്ക ആക്രമിക്കുന്നില്ല. അമേരിക്ക ആക്രമിക്കാത്തത് കൊണ്ട് ഇറാൻ തിരിച്ചു ആക്രമിക്കുന്നില്ല, സിമ്പിളായ രീതിയിൽ അവർ മറുപടി പറയുന്നുണ്ട്. പിന്നെ ഈ മധ്യസ്ഥ ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പറയുന്ന കള്ളത്തരമാണ് എന്ന് ഇറാൻ പറയുന്നു. ട്രംപ് പറയുന്ന കാര്യം
ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ചർച്ച നടത്തുകയാണ്. സമാധാന ചർച്ചയ്ക്ക് അവർക്ക് വലിയ താല്പര്യമാണ്. ആ താല്പര്യം ഉള്ളത് കൊണ്ട് തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് തങ്ങൾക്കും താല്പര്യം കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാന്യമായ രീതിയിലുള്ള ഒരു വെടിനിർത്തൽ അവസാനിച്ചിട്ടില്ലെങ്കിൽ ശക്തമായിരിക്കുന്ന ആക്രമണം ഇറാന് മേൽ തങ്ങൾ ഉണ്ടാക്കും എന്ന് ട്രംപ് പറയുന്നു. ഇതൊക്കെ എപ്പോഴും പറയുന്ന ഡയലോഗുകളാണ്. ഇറാനിന് മറുപടി പറയുന്നത് അമേരിക്കയുമായിട്ട് തങ്ങൾ ഒരു ചർച്ചയും നടത്തുന്നില്ല, നടത്താൻ അങ്ങോട്ട് താല്പര്യമില്ല, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഇറാൻ ആക്രമിക്കുന്ന പ്രവൃത്തി അമേരിക്ക അവസാനിപ്പിച്ചു, അതുകൊണ്ട് തന്നെ തങ്ങൾ തിരിച്ചടിക്കേണ്ട ആവശ്യമില്ല, ഇനി ആക്രമിച്ചാലോ തിരിച്ചടിക്കും. ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ 3 ദിവസമായിട്ട് ഈ മേഖല ഏറെക്കുറെ ശാന്തമാണ്. കാര്യം എന്ന് പറയുന്നത് അമേരിക്കൻ കോൺഗ്രസിൽ പോലും ട്രംപ് ഒറ്റപ്പെട്ടു പോകുന്നു. വലിയ രീതിയിൽ ഭീമമായിരിക്കുന്ന സംഖ്യ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നഷ്ടം വരുന്നു. അതിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അത് ചുമലിലേറേണ്ടത് അമേരിക്കൻ പൗരന്മാരാണ്. ഒന്നും അറിയാത്ത പാവങ്ങളുടെ മേലെയാണ് ഇത്രയും വലിയ ബാധ്യത ട്രംപ് അടിച്ചേൽപ്പിക്കുന്നത്. ഇതൊന്നും അംഗീകരിക്കാനോ അനുകൂലിക്കാനോ സാധിക്കുകയില്ല എന്ന നിലപാട് യഥാർത്ഥത്തിൽ ആരെടുത്തിട്ടുണ്ട്? അമേരിക്ക എടുത്തിട്ടുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അമേരിക്കക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി JD വാൻസൺ എന്ന് പറഞ്ഞ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, എവിടെ എത്തിക്കും എന്നറിയാത്ത ഒരു യുദ്ധത്തിൻ്റെ മുനമ്പിൽ എന്തിനാണ് വീരേതിഹാസം കാണിക്കുന്നത്? അത് നഷ്ടക്കച്ചവടമായിട്ട് മാത്രമല്ലേ അവസാനിക്കൂ. ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ യുദ്ധത്തിൻ്റെ തുടക്കം തന്നെ നമ്മൾക്കിത് ഈ യുദ്ധം ലക്ഷ്യത്തിൽ എവിടെ എത്തിക്കാൻ വേണ്ടി സാധിക്കും, എങ്ങനെ നമുക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും, എന്താണ് നമ്മുടെ അതിൻ്റെ ഒരു ലക്ഷ്യം എന്നൊക്കെ കൃത്യമായ രീതി പറയാൻ സാധിക്കേണ്ടതാണ്. സാധിച്ചിട്ടില്ല. 2 വർഷത്തിലധികം ഗസയുമായിട്ട് ഇസ്രായേൽ യുദ്ധം ചെയ്തിട്ടും അവർക്കും തങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഇപ്പോഴും ധൈര്യമില്ല. അവരുടെ ബന്ദികളെ മുഴുവൻ മോചിപ്പിച്ചത് കരാർ വ്യവസ്ഥ പ്രകാരമാണ്, അല്ലാതെ അവരാകെ മോചിപ്പിച്ച ഒരു ബന്ദിയായിട്ടാണ്. അതിനോടനുബന്ധിച്ച് 2 ബന്ദികൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പരിപാടികൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധം എന്ന് പറയുന്നത് അതിജീവിച്ച് വിജയിക്കാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ അതിനുള്ള എല്ലാവിധ സംവിധാന കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യവുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന നാശങ്ങളും തിരിച്ചടികളുണ്ട്. ഇപ്പോൾ ഇറാനിൽ നിന്ന് അമേരിക്ക അനുഭവിക്കുന്നത് നേർക്ക് നേരെ വിപരീതമാണ്. ഉൾട്ട തിരിച്ചടികളാണ് അവർ അനുഭവിക്കുന്നത്. അതിൻ്റെ വേദനയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കക്കുള്ളത് എന്ന് ചുരുക്കം. ലോകാടിസ്ഥാനത്തിൽ തന്നെ അമേരിക്ക ഒറ്റപ്പെട്ടു പോകുന്ന ദയനീയമായിരിക്കുന്ന ഒരു പരാജയ യുദ്ധമാണ് ഇറാനുമായിട്ടുള്ളത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹോർമുസിൻ്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് കൈവശത്തിൽ കിട്ടും എന്നൊക്കെ പറയാമെന്നല്ലാതെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വരുന്നത്. ഇനി രണ്ടാമത്തെ വിഷയം നോക്കുന്ന സമയത്ത് ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതൊന്നും കൂടി സങ്കീർണമായിരിക്കുകയാണ്. ആ വിഷയത്തിലും വലിയ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ആ 2 യുദ്ധത്തിലും യഥാർത്ഥത്തിൽ ദയനീയമായിരിക്കുന്ന പരാജയത്തിൽ തന്നെയാണ് ട്രംപ് ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇതിനെല്ലാം കൂടി അതിജീവിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വിജയം കാട്ടിക്കൊടുക്കുക എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് വലിയ പ്രയാസമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്.